ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബെഞ്ച് വൈസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബെഞ്ച് വൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് ബെഞ്ച് വൈസ് എന്ന് പറയുന്നത്. അത് പല ഗ്രേഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിന് നമ്മൾ എൻജിനീയേഴ്സ് വൈസ് എന്നും നമ്മൾ ചില സമയങ്ങളിൽ വിളിക്കാറുണ്ട്. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2 സ്ലൈഡിങ് ജോസ് ഉണ്ട്. ഒരു സ്ലൈഡിങ് ജോയും ഒരു സ്റ്റേഷനറി ജോസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്ലൈഡിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ ഒരു ഫിക്സഡ് ബോഡി, ഇതാണ് ഫിക്സഡ് ബോഡി. ഇവിടെയാണ് നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുക. നമ്മൾ ഈ ഹാൻഡിലാണ് റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. ഈ ജോസ്, ഈ മൂവബിൾ ജോ ആണിത്. ഈ മൂവബിൾ ജോ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സ്ലൈഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കുക, നമുക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണാം. ഇവിടെ ഒരു ഡിസൈൻ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ്, ഈ സ്പിൻഡിലാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ഇത് റീപ്ലേസബിൾ നട്ടാണ്, ഇതിനകത്താണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് ടൈറ്റ് ആവുന്നത്. സോ സ്പിൻഡിൽ സ്ക്വയർ ഓർ ബുട്രസ് ത്രെഡാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഈ സ്പിൻഡിലിൻ്റെ ഇന്നർ ത്രെഡ് എന്ന് പറയുന്നത് സ്ക്വയർ അല്ലെങ്കിൽ ബുട്രസസ് ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ പാർട്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ജോസ് പ്രത്യേകതയുണ്ട്. ജോസ് എന്ന് പറയുന്നത് വർക്ക് ഹോൾഡ് ചെയ്യാനാണ്. ചിലപ്പോൾ സോഫ്റ്റ് മെറ്റീരിയൽസ് ഹോൾഡ് ചെയ്യേണ്ടി വരും, ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസും ഹോൾഡ് ചെയ്യേണ്ടി വരും. സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈസ് ക്ലാമ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് ജോസ് നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാം. അത് സാധാരണഗതിയിൽ സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് അലുമിനിയം യൂസ് ചെയ്യുന്നത് വേറൊന്നിനുമല്ല, വർക്ക് പീസിൽ കാര്യമായിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാവാതിരിക്കാനാണ്. സോഫ്റ്റ് ആയിട്ടുള്ള സർഫസ് ഒക്കെ ആണെങ്കിൽ അത് ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ജോയുടെ ഇടയിൽ പെട്ട് അതിന് ഡ്രോബാക്സ് എന്തെങ്കിലും വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽസ് ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ വൈസ് ക്ലാമ്പ് യൂസ് ചെയ്യണത്. ബെഞ്ച് വൈസിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മൾ ബെഞ്ച് വൈസ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിങ് അല്ലെങ്കിൽ ഫയലിംഗ്, സോയിങ്, ത്രെഡിങ് അല്ലെങ്കിൽ അതർ ഹാൻഡ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ബെഞ്ച് വൈസ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ബെഞ്ച് വൈസിന്റെ ഇന്റേണൽ പാർട്സ് എന്ന് പറയുന്നത് ഒരു ബോക്സ് നട്ട് ആൻഡ് സ്പ്രിങ് ആണ് ഇന്റേണൽ പാർട്സ് ആയിട്ട് വരുന്നത്. ഒരു സ്പ്രിങ്ങും ബോക്സ് നട്ടും ആണ് ഇന്റേണൽ പാർട്സിൽ വരുന്നത്. ബാക്കിയുള്ള എക്സ്റ്റീരിയർ ആണ് കാസ്റ്റ് അയൺ വെച്ചിട്ടാണ് അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മളിത് മെറ്റീരിയൽ ബെഞ്ച് വൈസ് ഉണ്ടാക്കുന്നത്. അതൊരു ബെഞ്ച് ടോപ്പിന് മേലെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഈ പിക്ചറിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജോയുടെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. താങ്ക് യു.